ഇന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഈ വർഷം കൊടുക്കുന്ന സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട സോളാർ എനർജി ഫോട്ടോവോൾട്ടായിക് ടെക്നോളജീസ് ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നമ്മളുടെ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന നമ്മൾ സോൾവാട്ട് പ്രൈവറ്റ് പവർ ലിമിറ്റഡ് സോളാർ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പല സ്ഥലത്തും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഒരു കമ്പനി, അവരുടെ ഒരു ഹെൽപ്പ്, ടെക്നിക്കൽ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ക്രൈസ്റ്റ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട് ഇതായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതുപോലെ ഇതിനകത്തൊരു പ്രൊജക്റ്റൊക്കെ വരുന്നുണ്ട് നമ്മുടെ കോഴ്സിൽ. അത് ചെയ്തു തരുന്നത് സോൾവാട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഈ കോഴ്സിനെ പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് ദിവ്യ മാഡാണ്. അപ്പോൾ ദിവ്യ മാഡം M.Tech ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ ഈ സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ പേരിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ദിവ്യ മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാം നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഇത് കണ്ടക്ട് ചെയ്യുന്നതും നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ അതുപോലെ HOD ആയിട്ടുള്ള നമ്മുടെ KY ഷാജു സാറാണ്. ഷാജു സാറിന് നിർബന്ധം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ കൊടുക്കണം എന്ന് സാറിൻ്റെ നിർബന്ധമാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു എൻകറേജ്മെൻറ്റും ഹെൽപ്പോടും സപ്പോർട്ടോടും കൂടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേരിൽ ഹാർദവമായിട്ട് ഇതിനകത്തോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രിൻസിപ്പൽ ജോളിയച്ചൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, മീറ്റിങ്ങിൽ ആണ്. അപ്പോൾ അച്ഛൻ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യും. അപ്പോൾ അച്ഛനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും, നമ്മുടെ BSc ഫിസിക്സ് എല്ലാ സ്റ്റുഡൻസും ഇതിനകത്ത് എത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കോഴ്സ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ടത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കറിയാം സോളാർ എനർജി ആൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, നമ്മുടെ കോളേജ് തന്നെ ക്രൈസ്റ്റ് കോളേജ് തന്നെ പൂർണ്ണമായിട്ടും സോളാർ എനർജിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എനർജി, എക്സസ് എനർജി നമ്മൾ KICBക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിന് മാതൃകയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പല വീടുകളിലും, അല്ലെങ്കിൽ ഒരുപാട് വീടുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാളത്തെ ഒരു എനർജി, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള എനർജി എന്നുള്ള നിലയ്ക്ക് സോളാർ എനർജി മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ കോഴ്സ് ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ മാത്രമല്ല, ഇതിനകത്തൊരു കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനും, പ്രത്യേകിച്ച് ഫിസിക്സുകാരായതുകൊണ്ട് വളരെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അതുപോലെ തന്നെ നാളത്തെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ എന്നുള്ളത് രീതിയിൽ ഇതെല്ലാവരും അത് പൂർണ്ണമായിട്ടും ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ കോഴ്സ് ഈ ക്ലാസ്സിൽ ഉണ്ടാവണം എന്ന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഇതിനകത്തോട്ട് സ്വാഗതം ചെയ്യുന്നു. ഷാജി സാറ് 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഷാജി സാർ? ജോളിച്ചനുണ്ട് തോന്നല്ലേ? ജോളിച്ചൻ എത്തിയിട്ടുണ്ട്.
പ്രിൻസിപ്പൽ ജോളിച്ച് സംസാരിച്ചോട്ടെ. ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒരു 2 വാക്ക് പറയുകയാണെങ്കിൽ. എല്ലാ ആശംസകളും പ്രത്യേകമായിട്ട് നേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ PV ടെക്നോളജി, നമ്മുടെ സോളാർ പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന വെബിനാർ ആണല്ലോ അല്ലേ സാറേ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ നാളത്തെ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ഗ്രീൻ എനർജിയാണ്. അത് സേഫ് എനർജിയാണ്. അത് നമുക്കറിയാവുന്ന പോലെ വലിയ അളവോളം സോളാർ ഡ്രിവൺ ആയിട്ടുള്ള എനർജിയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കലാലയത്തിൽ തന്നെ ഇന്ന് 205 കിലോ വാട്ട് നമ്മൾ ഗ്രീൻ എനർജി സോളാർ പാനൽസ് വഴി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഗുണഫലം എന്നുള്ള രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ വിഭാഗത്തിലെ കേരളത്തിലെ KSEB നമ്മളുടെ സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ അവാർഡ്, എനർജി കൺസർവേഷൻ അവാർഡ് നമ്മുടെ ക്രൈസ്റ്റ് കലാലയം സ്വന്തമാക്കിയിട്ടുള്ളത്. സോ ദ ടുമാറോസ് ടെക്നോളജി ഈസ് ഗോയിങ് ടു ബി ദ ടെക്നോളജി ഓഫ് സോളാർ ടെക്നോളജി. അത് എനിക്ക് ഈ ഒരു അവസരത്തില് പറയാനായിട്ടുള്ള കുട്ടികളോട് പ്രത്യേകം പറയാനായിട്ടുള്ള യു മേക്ക് യൂസ് ഓഫ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് ട്രൈ ടു നോ മോർ അബൌട്ട് ദിസ് തിങ്. നമ്മുടെ ഇവിടെ തന്നെ റിസർച്ച് നടക്കുന്നുണ്ട് സോളാർ സെല്ലില്. ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ സാറ് ഗൈഡാണ്. അപ്പൊ ഈ MOUs നമ്മൾ ഇവരായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞു. അതായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള നമ്മുടെ വൈസ് പ്രിൻസിപ്പളും HODയുമായിട്ടുള്ള ഷായ് സാറിനെയും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകരെയും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി ഓർത്ത് let us get into the webinar. Thank you so much. Thank you father. ഷാജി സാറേ 2 വാക്ക്. ഞാൻ ലാസ്റ്റ് നന്ദി പറഞ്ഞ പോരെ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് വെബിനാറിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. അപ്പോ ദിവ്യ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. A very good afternoon, all of you. This is just an introductory section of PV technologies. I think your subject has about 5 modules, and 4 modules. Out of the 5 modules, 4 modules are theory, and the last module is the practical session. Okay. Before starting the session, I would like to thank the management of Christ College Irinjalakuda for giving me a wonderful chance to share my knowledge with you. And at the same time, I appreciate the Christ College of management of Christ College Irinjalakuda for taking this. They have approached us with an intention that all the students should be able to design a particular solar power plant in a practical way. So all of you have to take this a positive response, and all of you have to study the subject very well. Okay, now I would like to introduce myself. I'm Divya Rajiv. I'm the project manager, Solwatt Power Private Limited. So Solwatt Power Private Limited is a renewable energy product manufacturing and marketing company, and it has a registered office at Martakara, Thrissur, and a branch office at Bangalore. And now I have a question towards you. I have used the term renewable energy products. Okay, my question is, what is renewable energy? Do you have any suggestion for the students? What is renewable energy? I have used the term renewable energy products. Any? So there is no need of extraction process. We all know that in the case of fossil fuels, we need a highly complicated extraction process, and after that the fuel should be carried to different places. And one more thing, it is decentralized generation. So in the case of renewable energy, it is decentralized generation. Locally it is available, we can produce the energy locally. Okay, and more about that, the fossil fuels, what will happen if we utilize the fossil fuels, we burn the fossil fuels, the carbon emission will be, the carbon dioxide and carbon monoxide will be emitted, and therefore it will lead to the pollution.
And the next point, it is inexhaustible. It won't deplete it at all. Okay, and the case of, and it conserves precious natural resources also. How it is conserves? Then because of the pollution, our air will be reserved, and soil will be reserved, and all these things. It will conserve the precious natural resources. So we have discussed different renewable energy sources and renewable energy. Among this, why solar energy is very important, that we will discuss later. So here, this is solar energy. Solar energy, it is plenty all over the world, and as India is in the tropical region, the availability of the solar energy is very abundant here, and it does not depends upon the local conditions like wind and water. We know that if we have to, that means in order to get the solar energy, we have to wait for the wind or water monsoon season. What? Background Apple use What? background Endana? Apple use Clear ആയില്ല. Clear ആയില്ല. കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ ആണോ? അല്ല, ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് മതി. അതെ, ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മതി കേട്ടോ. ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. Okay, continue. And there is no what I said. Okay. So in the case of solar energy, we don't need to wait for the local conditions. In the case of geothermal energy, a particular geometrical condition should be satisfied, then only we can utilize the geothermal energy. Then another thing, the fossil fuels depletion problem is the pollution is there, oil prices will be problem, and these are the problems with the fossil fuels. Another thing, it will provide a responsible image for the owner, and there is no recurring fuel cost also. Okay, so in the case of wind turbines and windmills, there will be movable parts, rotating parts will be there. In the case of solar power plants, there is no moving parts. That accordingly, the maintenance is very simple. Okay, and moreover, the government is giving promotions, subsidies, tax benefits for the solar power plants. Okay, these are the different advantages of solar energy. Okay, so man thought about then. So energy from the sun are of two types, that is heat and light energy. Therefore, the energy utilization from the sun has two distinct technologies. First one is the solar photovoltaic technology and the solar thermal system. In the solar photovoltaic system, we will use the light energy from the sun, and the light energy will be converted to usable forms, that is electricity. And the solar thermal system, the heat energy of the sun will be utilized, and the heat is converted into electricity or the usable form. Okay, so your subject and your syllabus deals with the first session, that is the solar photovoltaic system. Okay, so man thought about how this sort of light energy can be converted into electricity. So they have done a lot of researches and studies, paper presentation, all those things happen. And at last, the semiconductor device. So we can study, we can see the history of solar cell. So that man discovered solar cell at last. Then you can see Alexander Edmund Becquerel in 1839 photoelectric effect experimentally demonstrated. In 1887, Heinrich Hertz observes the PV effect. In 1905, Einstein published a paper relating to photovoltaic systems, and he achieved the Nobel Prize. And in 1953 and 1954, first silicon solar cell were constructed in the Bell Laboratory. And in 1958, solar PV cells are used in the solar satellites. And in 1999, advanced solar cells reached 32% efficiency. In 2015, solar cells, thin solar cells are produced in the laboratory. And in 2016, in the transparent solar panels were introduced. And this is about the history of solar cell. So this is a single solar cell. The single solar cell is connected in series, and we will get a solar PV module. A single solar cell
will generate a 0.5 to 0.6 volt, and such as solar cells will be are connected in series, and we will get a solar PV module. Okay, different solar PV modules connected in series or parallel, we will get solar array. I think you can see the figure, solar array you can see. Then you can solar array and the connected and other system materials like inverter and all those things we will study later classes. Its design, working, and all the things we will study in the later classes. Just how you understood how a solar array is produced. A single solar cell is converted into single PV solar PV module, and PV modules are connected in series or parallel. Then we will get a solar array. Okay, and by connecting other systems like inverter and all, so we will get we can introduce we can make a solar power plant. Okay, now we can see important solar power plants, and this is Badla Park in Rajasthan desert, and its generating capacity is 2,255 megawatt, and it is the largest solar power plant in the world. Okay, it is built over 14,000 acres of land, and it generates 2,255 megawatts of electricity. And the next you can see it is Pavagoda Solar Power Plant in Karnataka. Its generating capacity it is 2,050, and it built over 13,000 acres of land. Okay, do you know it is 13,000 acres of land utilizes? And another, it is measured solar power plant measured in California. Some of the cases it uses the thermal energy also. That is because of this beauty I have introduced in this slide. Okay. And the next, then you can see in the slide, you can see the Cochin International Airport. What is the importance of the Cochin International Airport and power plant? So it is the world's first fully solar operated airport, and its generating capacity is 40 megawatt. Okay, so now we have seen a lot of most important power plants. So this will be interesting. Then next we will discuss about obligation of a solar power plant. Okay, what do you mean by importance? What is the need of a solar power plant to be implemented? Okay, then the studies show that about 70% of electricity consumed in India is generated by thermal power plants, and 21% by hydroelectric power plants, and 4% by the nuclear power plants. That is more than 50% of solar energy. More than 50% of energy demand is met by the coal resource. That means India is one of the largest coal consumers in the world and imports costly fossil fuel. We all know that if we use the coal fossil fuel, what will happen? Definitely carbon dioxide and carbon monoxide emission will be there. Therefore, India is in the 4th position in the carbon emission among all the countries, next to China, and other countries. Okay. So, and what does the other study states that at the same time, the total demand for the electricity in India is expected to cross 950,000 megawatt by 2030. Because of these reasons, what we have to search? We have to search for another source of electricity. That is, we have to depend on renewable energy. So there were researchers, scientists have done a lot of researches, and they have came into one estimate that India has to aim for 175 gigawatt of renewable energy. Among the 175 gigawatt of renewable energy, 100 megawatt of energy should be from the solar energy. Okay, so and another estimate it shows, the recent estimate shows that in 2047 the solar potential in India will be more than 750 gigawatt. Okay. So, because of this estimate and because of the necessity of a solar power plant, government is giving so much government is giving so much subsidies and all. So we can discuss with the government initiatives. Okay,
So first one is recognizing that climate change is a major challenge in India. India, in collaboration with United Nations Framework Convention on Climate, introduced a National Action Plan for Climate Change in 2008. Okay, because of this mission, India has started different R&D sessions in different regions of India, and there were a lot of subsidies, lot of benefits to the solar power plant, solar panel manufacturing companies. Then a Suryamitra program was conducted to train this college graduate in commissioning, operation and management of solar power plants. Another initiative by the government, it is Jawaharlal Nehru National Solar Mission. And the major objective of this program was lead India to the global as a global leader of solar energy. Then generation-based incentives were provided, and then subsidies, tax benefits were provided by the government. So because of these initiatives, India has achieved 5th rank in the world in solar power deployment. So then what is the scope of study of the solar power plants? So as I'm in the field of solar power plant technology, I can tell what is the main challenge that are facing by the solar power plant installation, that the solar panel will have an efficiency of 15 to 7, about 15 to 20% of efficiency can be it is there with the solar panels. So that is the major area of scope of study of solar power plants. So as a physics student, you can introduce your own researchers, and in order to increase this efficiency of solar panels. Okay. And another thing it is if the low energy photons will not be converted into electrical energy. These two areas you can handle, and then it will be a good scope for your study. Okay, so I have introduced some of the areas only. The biosolar cells. So biosolar cells, an energy generating technology that imitate the algae, cyanobacteria and all, and then they will inject this particular cyanobacteria and in the solar panel, and it will uses the light energy of the sun, and by the photosynthesis it will generate the electricity, and that is the basic principle on biosolar cells. Okay, and the next thing it is the reshaping the solar spectrum and turn the light into electricity. Here, what is the scientists are doing? Here, the low energy photons are converted into high energy photons. So, some of the scientists, what they have done, that they used cadmium selenide and lead selenide semiconductor nanocrystals and have converted the low energy photons in the infrared region and ultraviolet region and converted into high energy photons. Another thing it is floating panels. Okay, we have seen that Badla Park and Pagoda Park and all, they have utilized 14,000 acres of land. So so we are utilizing this. We are using this land for installing the solar power plants. So in some countries they won't allow. So what will they will use the land can be used for the agriculture purpose, for industry purpose. We can use. So in that case, floating solar panels are introduced. So that means it will float. That you can see in the next slide. You see the solar power plants are floating on the water. And this is the prototype developed by the Indian scientists. What is that floating system will be the solar panel will be installed on the floating system, and the floating solar panel is installed on proper water surface. Okay. So, and the next thing it is, some researchers, Japanese Space Agency aims to transmit the energy from the orbiting solar. What will they do? They will orbit the solar panels and they will transmit the solar energy generated by the solar panel to the land.
So that also technology that is, and their study it states that it will be almost in place by 2030. Okay, that means transmitting the solar power wirelessly from space. Okay, and the next thing it is solar energy harvesting trees. So what is that you can see in the picture? That is the solar energy harvesting trees. So the solar panels are created on a tree-like structure, and what will happen? The energy from the sun will be utilized by these organic leaves, organic solar cells, and then electricity is generated. What is the peculiarity of this? What is the peculiarity that the solar leaves will it will generate electricity at the same time it will sense the heat. It will sense the heat wind also. So the heat run, accordingly there will be components to convert the light, heat, and the wind. So this is solar energy harvesting trees. So these are the different areas of study by studying this studying this your particular subject. Okay, you understood? Okay. So and this is a transparent solar panel. This is a transparent solar panel. You can see that the light from the sun is utilized by the plants, and the solar panel will generate electricity, and both the things will happen. So, and okay, now I'd like to conclude my section by telling one that solar power is not about fashion; it's about survival. Thank you. ആർക്കെങ്കിലും Any എന്തെങ്കിലും questions? Any questions, please? Okay. Any doubts? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരുടെയൊക്കെ വീട്ടില് സോളാർ പാനൽസ് ഉണ്ട്? സോളാർ സിസ്റ്റം വെച്ചിട്ടുള്ളവരാരൊക്കെയാ? ബിജോയ് ഉണ്ട്. ഓക്കെ. ഒരു കുട്ടിയുടെ ഫാദറിന് ഇതാണല്ലോ അല്ലെ, നമ്മുടെ ഫൈനൽ ഇയർ BSc കുട്ടിയുടെ ഫാദർ സോളാർ പാനൽസിന്റെ ബിസിനസ് ആണ് ആൾക്ക്. ആരത്? അനൽഡ. ഓക്കെ. അപ്പൊ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ദിവ്യ നമ്മളെ കോഴ്സിന്റെ ലാസ്റ്റ് പാർട്ടിലെ പ്രൊജക്ട് സോളാർ പ്രൊജക്ടിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്. പ്രോജക്റ്റിനെ കുറിച്ച് എന്താ ഡിസൈനിങ് ആണോ സർ ഉദ്ദേശിച്ചത്? ഡിസൈനിങ് നമുക്ക് കുറച്ചൊരു അരമണിക്കൂർ കൊണ്ട് പറയാനുള്ളതല്ല സർ. അത് നമുക്ക് ജസ്റ്റ് ഒരു അതായത് സോളാർ പാനൽ, അതായത് നമുക്ക് സോളാർ പാനൽസ് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടും ആളുടെ ഇലക്ട്രിസിറ്റി ബിൽ അനുസരിച്ചും നമ്മൾ സോളാർ പാനൽസ് നമ്മൾ എത്ര എണ്ണം, എത്ര കിലോ വാട്ടിന്റെ ആണ് വേണ്ടത്, എത്ര വാട്ടിന്റെ ആണ് വേണ്ടത് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പൊ സോളാർ പവർ പ്ലാന്റ്, സോളാർ പാനൽസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ DC ഇലക്ട്രിസിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ DC ഇലക്ട്രിസിറ്റിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് AC ഇലക്ട്രിസിറ്റി ആക്കണമെങ്കിൽ നമുക്ക് ഒരു ഇൻവെർട്ടർ ആവശ്യമുണ്ട്. ഇൻവെർട്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ DC ഇലക്ട്രിസിറ്റിയെ AC ഇലക്ട്രിസിറ്റി ആക്കും. പിന്നെ വരുന്നത് ആ ഇൻവെർട്ടറിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് വെക്കണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് എന്ന് പറയും. അതിൽ DC സൈഡിൽ നമ്മൾ DC ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പ്രൊവൈഡ് ചെയ്യും, AC സൈഡിൽ നമ്മൾ ഒരു AC ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ വരുന്ന ഒരു കമ്പോണന്റ് വരുന്നത് സോളാർ എനർജി മീറ്റർ ആണ്. അത് എത്ര എനർജിയാണ് സോളാർ പവർ പ്ലാന്റ് പാനൽസിൽ നിന്ന് എത്ര ഇലക്ട്രിസിറ്റി ആണ് ജനറേറ്റ് ചെയ്യുന്നത് അത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ സോളാർ എനർജി മീറ്റർ ഉപയോഗിക്കും. പിന്നെ ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാം? നമുക്ക് ഒരു സോളാർ നെറ്റ് മീറ്റർ ഉപയോഗിക്കാം. അതിൽ നമുക്ക് എന്താണ്, അതായത് നെറ്റ് ആയിട്ടുള്ള എനർജി നമ്മൾ എത്ര യൂട്ടിലൈസ് ചെയ്യുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ഇത്രയും പറഞ്ഞാൽ മതി. സോളാർ എനർജി മീറ്റർ സോളാർ എത്രയാണോ ജനറേറ്റ് ചെയ്ത് അത്രയും ഇലക്ട്രിസിറ്റി നമുക്ക് എത്ര kWh യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് സോളാർ എനർജി മീറ്റർ കാണിച്ചു തരും.
അപ്പോൾ ഈ വേറൊന്നും ഇല്ലെങ്കിൽ സാറ് ഷാജി സാറ് അവസാനിപ്പിക്കാം. വേറൊന്നും ഇല്ലെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ക്ലാസ് എടുത്തു തന്ന മാഡത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ സോൾവാട്ട് ടെക്നോളജീസിന്റെ MD മിസ്റ്റർ ക്ലിൻഡൻ, നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഇവിടെ MSc പഠിച്ച ഡാനിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ ബ്രദറാണ്. അപ്പൊ ഞാൻ അവരുടെ ഡാനിയയുടെ വീട്ടിലേക്ക് ഒരു ദിവസം പോയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ ക്ലിൻഡൻ ആണ് ഇവിടുത്തെ തൃശ്ശൂരത്തെ ഒരു മേജറായിട്ടുള്ള സോളാർ പാനൽസിന്റെ സപ്ലയറും അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. അവരുടെ ഗോഡൌണും എല്ലാ സംഭവങ്ങളും ഞാൻ കണ്ടു. അപ്പൊ അതിന് എനിക്ക് മനസ്സിലായി ഈ ക്ലിൻഡൻ ബിടെക് കഴിഞ്ഞ ഒരാളാണ്. ആള് ഒരു ഓണ്ടർപ്രണർ പോലെ ഈ സോളാർ പാനൽസിന്റെ ബിസിനസ് ആണ് ആള് ചെയ്യണത്. മരത്താക്കര ഹൈവേയിലാണ് വീട് അവരുടെ. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ഈ വീട്ടിൽ സോളാർ പാനൽസ് വെക്കുന്ന ഒരു ഇൻട്രസ്റ്റിലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. കാരണം എനിക്ക് വെറുതെ കറണ്ട് സേവ് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് എനിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. അത് എനിക്ക് കുറച്ച് അങ്ങനത്തെ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ആദ്യം ഒരു പാനൽ വാങ്ങി, പിന്നെ ഒരു ബാറ്ററി വാങ്ങി, പിന്നെ ഒരു ഇൻവെർട്ടർ വാങ്ങി. അങ്ങനെ ആദ്യം ഇൻവെർട്ടർ മാത്രമേ ഉണ്ടായുള്ളൂ. അത് നോർമൽ ഇൻവെർട്ടർ ആയിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് മനസ്സിലായി എന്നുള്ളതാണ്. ഇതിൽ ഇൻവോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ നോളജ് കിട്ടും. അതാണ് നമ്മുടെ കരിയറിനെ മുമ്പോട്ട് കൊണ്ടുപോകുക. സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കാതെ. അപ്പൊ ഞാൻ അങ്ങനെ ആദ്യം നോർമൽ ഇൻവെർട്ടർ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 2 തരം ഇൻവെർട്ടർ ഉണ്ട്. നോർമൽ ഇൻവെർട്ടർ ഉണ്ട്, സോളാർ ഇൻവെർട്ടർ ഉണ്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായുള്ളൂ. അതുവരെ എനിക്ക് അത് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഒരു പാനലും ഒരു ബാറ്ററിയും വെച്ച് തുടങ്ങി. പിന്നെ ഞാൻ സോളാർ ഇൻവെർട്ടർ വേറെ ഒരെണ്ണം വാങ്ങി. അപ്പൊ എൻ്റെ പഴയ ഇൻവെർട്ടർ വേസ്റ്റ് ആയി. വീണ്ടും എനിക്ക് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങളൊന്നും മുഴുവനായിട്ട് അത് ഒരു പാനലും ഒരു ബാറ്ററിയും വെച്ച് നടക്കുന്നില്ല. അപ്പൊ ഞാൻ ഒരു പാനലും കൂടെ വാങ്ങി, 2 പാനലാക്കി ബാറ്ററി. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്താവാത്തത് കൊണ്ട് ഞാൻ വീണ്ടും ഒരു ബാറ്ററിയും കൂടെ വാങ്ങി, 2 ബാറ്ററി വാങ്ങി, 2 പാനൽ വാങ്ങി. അങ്ങനെ കുറച്ച് നാൾ ഓടിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ ബില്ല് കുറയുന്നില്ല, കറണ്ട് ബില്ല് കുറയണില്ല. സാധനം എന്തെങ്കിലും സോളാർ സംഭവമൊക്കെ ഉണ്ടെങ്കിലും കറണ്ട് ബില്ല് കുറയുന്നില്ല. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് പിന്നെയും മനസ്സിലായത് ഈ ബാറ്ററിയില് നമ്മള് KCB കൊണ്ട് ചാർജ് ചെയ്തിട്ട് ഇൻവെർട്ട് ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മെച്ചമില്ല. ബാറ്ററിയുടെ ചാർജ് ചെയ്തിട്ട് അത് നമ്മള് തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ലോസ് ഉണ്ടാവും. ആ ലോസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബില്ല് കാര്യമായിട്ട് കുറച്ചില്ല. PW ചാർജറിനെ പറ്റി, അതുപോലെ MPPT ചാർജറിനെ പറ്റിയൊക്കെ എനിക്ക് മനസ്സിലായി. ടെക്നോളജി 2 തരം ടെക്നോളജീസ് ആണുള്ളത്. അതൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലായി. ഞാനൊരിക്കലും ഇതിൽ ഇൻവോൾവ് പിന്നെ ഞാൻ അവസാനം എൻ്റെ വീട്ടിലെ ലോഡ്, കറണ്ട് ലോഡും എല്ലാം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്. അതുപോലെ എനിക്ക് വലിയൊരു കാര്യം മനസ്സിലായത് ഞാൻ വേറെ നിങ്ങളോട് ഞാൻ വെളിപ്പെടുത്താൻ സംഗതി, ഞാൻ ആസ്ട്രോഫിസിക്സിൽ PhD ഉള്ള ആളാണെങ്കിലും എനിക്ക് ഈ സണ്ണിന്റെ ഈ എന്താ പറയാ ഉത്തരായനം ദക്ഷിണായനം ഈ ചാഞ്ചാട്ടം ഉണ്ടല്ലോ. സണ്ണിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും, സണ്ണെല്ലാം മൂവ് ചെയ്യണേ, നമ്മുടെ എർത്തിന്റെ ആ ഇത് കാരണം സണ്ണ് അങ്ങോട്ട് നോർത്തിലേക്ക് സൗത്തിലേക്ക് മൂവ് ചെയ്യണതായിട്ട് ഉള്ള ഇഫക്റ്റ് വരും. അത് ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു, നമ്മള് തിയററ്റിക്കലി ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഇത്രയ്ക്ക് സിവിയർ ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോളാർ പാനൽസ് വെച്ച് ഞാൻ ആദ്യം വീടിന്റെ ഒരു സൈഡിൽ കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സണ്ണ് മറ്റേ സൈഡിലേക്ക് പോയി. അപ്പൊ ഞാൻ അന്ന് ആ സൈഡിൽ പാനലൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് മറ്റേ സൈഡിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വീണ്ടും സണ്ണ് ഇങ്ങോട്ട് പോകുമ്പോൾ വെയിൽ കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ സണ്ണിന്റെ ശരിക്കും പറഞ്ഞാൽ ആ ഉത്തരായനം ദക്ഷിണായനം ആ ഒരു മൂവ്മെന്റ് എനിക്ക് ഇത്രയ്ക്ക് സിവിയർ ആണ്, ഇത്രയ്ക്ക് അവൻ സണ്ണ് അങ്ങോട്ട് ഇങ്ങോട്ട് പോവും എന്ന് എനിക്ക് ഇപ്പോഴാണ് ഭയങ്കര അതിന്റെ ഇഫക്റ്റ് മനസ്സിലായത്. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് വീടിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ പാനൽ വെക്കണമായി.
അങ്ങനെ ഞാൻ സോൾവാട്ടായിട്ട് നമ്മൾ കോൺട്രാക്റ്റിലായി. അവര് 2 പാനലും കൂടെ എനിക്ക് സപ്ലൈ ചെയ്തു. അതുപോലെ അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കപ്പാസിറ്റി ഉള്ള MPPT കൺവെർട്ടർ എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ അത് അവർ തന്നു. പിന്നെ അവർ മാത്രമല്ല, അവർ എൻ്റെ വീടിൻ്റെ മുകളിൽ ട്രസ്സിൻ്റെ മുകളിൽ വെച്ച് തരാനായിട്ടും അവരായിട്ട് ഞാൻ കോൺട്രാക്റ്റ് ആയി. അങ്ങനെയാണ് എനിക്ക് അവരുടെ സഹായം എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ വീട്ടിലൊക്കെ നിങ്ങൾ സോളാർ ഉപയോഗിക്കണം. ഉപയോഗിച്ച് അതിന്റെ നിങ്ങളുടേതായ രീതിയിലൊക്കെ എല്ലാം മനസ്സിലാക്കി എടുക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു റെവല്യൂഷന്റെ കാലഘട്ടമാണ്. നിങ്ങൾക്ക് അറിയാലോ എന്താണ് ഇപ്പൊ നടക്കുന്ന ഒരു വലിയ റെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ഈ ഫോസിൽ ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതായത് ബസ് അല്ലെങ്കിൽ ലോറി, കാറ്, അങ്ങനെ സ്കൂട്ടർ, എല്ലാ സംഭവങ്ങളും ഇലക്ട്രിക് കൺവേർഷനിലേക്ക് മാറുന്ന ഒരു വലിയൊരു റെവല്യൂഷൻ നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഗൾഫുകാരൊക്കെ പണ്ട് ഭയങ്കര റിച്ച് ആയിരുന്നത് അവരുടെ ഈ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ വിറ്റിട്ടാണ്. അപ്പൊ അവർക്കൊക്കെ മനസ്സിലായി സംഭവം ഇത് ഡേഞ്ചറിലേക്ക് പോണേന്ന്. അമേരിക്ക പോലുള്ള രാജ്യങ്ങള് ഫോസിൽ ഫ്യൂവൽസ് റിസർവ് ആയിട്ട് വെച്ചിരിക്കുക, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കഴിയുമ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫോസിൽ ഫ്യൂവൽസിന് ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈഫ് ലോങ് നമുക്ക് പെട്രോളും ഡീസലൊന്നും ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടില്ല. ഇനി അത് കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള മാഡം പറഞ്ഞ പോലെയുള്ള ഒരുപാട് എൻവയറമെന്റൽ പ്രോബ്ലംസ് ഉണ്ട്. കാർബൺ എമിഷൻ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, പോയിസണസ് ഗ്യാസസ് ഒക്കെയാണ് ഇത് കത്തുമ്പോൾ പുറത്തേക്ക് വരിക. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു ടെക്നോളജിയാണ് ഈ സോളാർ ഗ്രീൻ ടെക്നോളജി. അപ്പൊ അതിപ്പോ നമ്മുടെ എല്ലാ ഓട്ടോമൊബൈൽ കമ്പനീസും ഒരുപാട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഈ കൺവേർഷന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. കുറെ ബാറ്ററിയുടെ ലൈഫിന്റെ പ്രശ്നമുണ്ട്, കോസ്റ്റിന്റെ പ്രശ്നമുണ്ട്. ഈ സോളാർ പാനൽസ് തന്നെ പല പല ടെക്നോളജികളാണ് ഇപ്പൊ ഇറങ്ങണത്. പോളിക്രിസ്റ്റലൈൻ ടെക്നോളജി, മോണോ ടെക്നോളജി, ഇപ്പൊ ഹൈബ്രിഡ് സോളാർ പാനൽസ് വരുന്നുണ്ട്. അങ്ങനെ പല പല ഒരുപാട് റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ആണിത്. ഒരുപാട് ബിസിനസ് സാധ്യതകളുള്ള പ്രത്യേകിച്ച് നമ്മുടെ ട്രോപ്പിക്കൽ കൺട്രീസിൽ, ഇന്ത്യ പോലുള്ള കൺട്രീസിൽ, അല്ലെങ്കിൽ ആഫ്രിക്ക പോലുള്ള ട്രോപ്പിക്കൽ സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഈ ടെക്നോളജിക്ക്. അപ്പൊ കേരളത്തിലും അങ്ങനെ നിങ്ങൾക്കും ഒരുപാട് സ്കോപ്പ് ഉള്ളതാണ്. കാരണം നമ്മൾ നന്നായി ചൂടും വെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് ഈ ടെക്നോളജി നിങ്ങൾ പഠിച്ചെടുക്കണം. അതുപോലെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ലോഡ് എത്രയാണെന്ന് നമ്മുടെ വീട്ടിലെ നമ്മൾ കണക്കാക്കണം. അതുപോലെ ലോഡിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള നമ്മൾ സോളാർ പാനൽ സിസ്റ്റം വെക്കണം. എന്നാലൊക്കെയാണ് നമുക്ക് കറണ്ട് ബില്ല് കുറഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്ന ഒരു കോഴ്സാണ്, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ഇത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെക്കാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് ഈ സോളാർ പവർ പ്ലാന്റിന്റെ ഏജൻസി പോലെ വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞാലാണ് നമുക്ക് പോയിട്ട് കസ്റ്റമറെ ഒക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ കസ്റ്റമറെ ഒക്കെ പിടിച്ച് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സ്കോപ്പ് കൂടിയുണ്ട് ഇതിന്. മനസ്സിലായല്ലോ? അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്വന്തമായിട്ട് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം, ഇവരാണെങ്കിൽ ഇവരായിട്ട് വേണമെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കുക, നമ്മുടെ കോളേജിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഇന്റർവ്യൂ കഴിഞ്ഞ് ചെല്ലുമ്പോൾ, ഏതെങ്കിലും ജോലിക്കൊക്കെ ചെല്ലുമ്പോഴായിരിക്കും അവർ നിങ്ങളോട് ചോദിക്കുക. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഈ കുട്ടിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ കുട്ടിയുടെ കയ്യിൽ, വേറെ ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അപ്പൊ ഉടനെ ആ ബാങ്ക് കമ്പനിക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് അഡീഷണൽ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങളുടെ കോളേജിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് കോഴ്സ് റൺ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് ആകെ വിഷമായി, ജോലി കിട്ടാണ്ടായി. അങ്ങനെ അവർ തിരിച്ച് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മളെ ഡിമാൻഡ് ചെയ്ത് പല കുട്ടികൾ. നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പൊ നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ എത്ര അഡീഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ അത് നിങ്ങളുടെ ഒരു എന്തൂസിയാസത്തെ കാണിക്കുന്നു. നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ലേറ്റസ്റ്റ് ടെക്നോളജി മനസ്സിലാക്കാനും ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ജോലിക്ക് അവർ പ്രിഫർ ചെയ്യും. നിങ്ങൾ എന്ത് ജോലി അന്വേഷിച്ച് പോകുമ്പോഴും നിങ്ങളാണ് ഒരു ജോലി കൊടുക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെയുള്ള ആളെ സെലക്ട് ചെയ്യുക? ഏറ്റവും ബെസ്റ്റ് ആളെ സെലക്ട് ചെയ്യുള്ളൂ. ഒന്നിലും ഇൻവോൾവ് ചെയ്യാതെ മിണ്ടാണ്ട് നടക്കുന്ന ആൾക്കാരെ ആരെങ്കിലും സെലക്ട് ചെയ്യോ? നിങ്ങളാണെങ്കിൽ സെലക്ട് ചെയ്യോ?
സെലക്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങളും ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അതുപോലെയുള്ള ആളുകളെയാണ് കമ്പനികളൊക്കെ എപ്പോഴും പ്രിഫർ ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മൾ ബുക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ നമുക്ക് കൺവെൻഷണൽ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ അഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് മാത്രം എഫർട്ട് നിങ്ങൾ എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ജോലി കിട്ടാനും, ജോലി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒരു ഹാബിറ്റാണത്. ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളായിട്ട് കോണ്ടാക്ട്സ് വരും, ഒരുപാട് ആളുകൾ നിങ്ങളായിട്ട് സംസാരിക്കും, പിന്നെയും കൂടുതൽ കാര്യങ്ങൾ അറിയും. അങ്ങനെ അതിങ്ങനെ കൂടി നിങ്ങൾ നല്ലൊരു ലെവലിലെത്തും. അപ്പൊ അതിനാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെയുള്ള കോഴ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. 2 കോഴ്സാണ് തുടങ്ങിയിട്ടുള്ളത്, നിങ്ങൾക്ക് അറിയാം. ഒന്ന് സോളാർ എനർജി, ഇന്ന് എടുത്ത ക്ലാസ്സിന്റെ കോഴ്സ്. ഒരെണ്ണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ്. അപ്പൊ 2 കോഴ്സ് നമുക്ക് അടുത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിലെ നിങ്ങൾക്ക് മാക്സിമം കുട്ടികൾ നിങ്ങൾ അതിൽ എൻറോൾ ചെയ്യുക. വളരെ ചെറിയ റേറ്റിന് തന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. ചെറിയ പ്രോജക്ട്സ് നിങ്ങൾ ചെയ്താൽ മതി. മാത്രമല്ല നിങ്ങളുടെ വീടുകളിൽ സോളാർ ഇപ്പോൾ നിങ്ങൾ പ്ലാന്റ് ഒക്കെ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാന്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ പൈസയൊക്കെ നിങ്ങൾക്ക് ഒറ്റ മാസം കൊണ്ട് ലാഭം കിട്ടും, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് തിരിച്ചു കിട്ടും. നിങ്ങളുടെ കറണ്ട് ബില്ലിൽ അത് കുറയും. ഈ റേറ്റ് ഒന്നും ഒരു വലിയ റേറ്റ് അല്ല. നമ്മളിപ്പോൾ ഈ സോളാർ ഇതിന് ഇട്ടിട്ടുള്ള ചാർജ് ഒന്നും ഒരു വലിയ റേറ്റ് ഒന്നല്ല, വളരെ ചീപ്പ് റേറ്റ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പ്രോഫിറ്റ് കിട്ടും ഈ സംഭവം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സുധീർ സാറാണ് ഇതിന്റെ കോർഡിനേറ്റർ. സുധീർ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം സുധീർ സാറിന് ഒരുപാട് തിരക്കുണ്ട്. കാരണം ഒരുപാട് കോളേജിൽ ഇപ്പോൾ കുറെ ജോലികൾ ചെയ്യുന്ന സുധീർ സാറാണ്. കൺട്രോളർ ഓഫ് എക്സാമിനേഷന്റെ അസിസ്റ്റന്റ് കൺട്രോളറായിട്ട് സാറ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസർച്ച് ഗൈഡാണ്. സാറിന്റെ ഒരു റിസർച്ച് മേഖലയും കൂടിയിട്ടാണ് കേട്ടോ ഈ സോളാർ എനർജി. അതിന്റെ തിയററ്റിക്കൽ റിസർച്ച് നടത്തുന്നതാണ് സുധീർ സാറ്. ഈ സോളാറിന്റെ സെൽസുകളുടെ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, അതിന്റെ തിയററ്റിക്കൽ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നതാണ് സുധീർ സാറിന്റെ റിസർച്ച് സ്റ്റുഡൻസ്. അപ്പൊ അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫീൽഡിലേക്ക് വരാം. ടെക്നോളജി ആദ്യം പഠിച്ചെടുക്കുക, അതിന്റെ ഔട്ടർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടുതൽ തിയറിറ്റിക്കൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ചിലേക്കൊക്കെ പോകാനുള്ള ഓപ്ഷനും നിങ്ങൾക്കുണ്ട്. ഒരുപാട് റിസർച്ച് നടക്കുന്ന മേഖലയാണ് സോളാർ ടെക്നോളജി. എങ്ങനെയാണ് ഈ സോളാർ സെല്ലിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതിന് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഹയർ ലെവലിൽ എക്സ്പെരിമെന്റൽ റിസർച്ചിന് പോകുമ്പോഴും ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കും. അപ്പൊ സുധീർ സാറ് മുൻകൈ എടുത്ത് നടത്തിയ ഈ പോപ്പുലറൈസേഷൻ ടോക്കിന് അല്ലെങ്കിൽ ഈ വെബിനാർ, ഓൺലൈൻ വെബിനാറിന് ഞാൻ സുധീർ സാറിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതുപോലെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സും ഇതിന് ഇത്തരം കാര്യങ്ങളോട് ഒരുപാട് സഹകരിക്കുന്നുണ്ട്. ഒരുപാട് ജോലി തിരക്കുകളുണ്ട് എല്ലാവർക്കും, എന്നാലും അവരെല്ലാവരും ചെറിയ സഹായം ചെയ്യുന്നുണ്ട് ഈ സെമിനാർ നടത്താൻ. എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. സ്റ്റുഡൻസിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അഡ്വാൻറ്റേജ് എടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ലോസ് എന്ന് മനസ്സിലാക്കുക. ഞങ്ങള് ടീച്ചേഴ്സിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്താതിരിക്കുക ചെയ്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. ഞങ്ങളുടെ സാലറിയിൽ ഒന്നും കുറയില്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് ഇത് ചെയ്തത് കൊണ്ട് പ്രൊമോഷനും കിട്ടുന്നില്ല, ഒരു അഡ്വാൻറ്റേജും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാക്സിമം ഇതുപോലെയുള്ള കാര്യങ്ങളായിട്ട് സഹകരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യണം. സിലബസിലുള്ളത് പഠിക്കണം, സംശയമില്ല. അത് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ കൂടെ ഇതുപോലെയുള്ള അഡീഷണൽ കാര്യങ്ങളും കൂടെ പഠിക്കുക. എന്തായാലും ഇന്നത്തെ സെമിനാറിൽ പങ്കെടുത്ത എല്ലാ സ്റ്റുഡൻസിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ കൂടുതൽ എൻറോൾമെന്റ് ഈ കോഴ്സിൽ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. അതുപോലെ എന്തിന് സർട്ടിഫിക്കറ്റ് കോഴ്സ് നമ്മൾ ചെയ്യണം, ഓക്കെ, ഈ കോഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് സംസാരിച്ചു. അപ്പൊ സാറിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ്